ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറായി മാറി നിന്ന മഴ വീണ്ടും ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. പ്രധാനമായും 3 താലൂക്കുകളിൽ പീരുമേട്, ദേവികുളം, അതോടൊപ്പം തന്നെ ഉടുമ്പൻചോല താലൂക്കുകളിലാണ് ശക്തമായ മഴ പെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലോ റേഞ്ചിലും ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇന്നലെ രാവിലെ ആരംഭിച്ച മഴ രാത്രി മുഴുവൻ നീണ്ടു നിന്നിരുന്നു. പക്ഷേ രാവിലെ മഴയുടെ ശക്തിയിൽ ഒരൽപ്പം ശമനമുണ്ടായി. അതിനുശേഷം വീണ്ടും ഏതാണ്ടൊരു 11 മണിയോടുകൂടി മഴ ശക്തി പ്രാപിക്കുകയാണ്. ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ ജില്ലയിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട ദേശീയപാത അടക്കമുള്ള പാതകൾ ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. മരം വീണും അതോടൊപ്പം തന്നെ മണ്ണിടിഞ്ഞു വീണുമാണ് ഗതാഗതങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പലയിടത്തും മണ്ണിടിച്ചിലുണ്ടായി. ഏറ്റവും പ്രധാനമായി മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത് ഗ്യാപ് റോഡിലാണ്. അവിടെ പലയിടങ്ങളിലായി മണ്ണിടിച്ചിലുണ്ടായി. അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിലും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അവിടെ മത്തായിക്കുക്ക ഭാഗത്ത് മണ്ണിടിഞ്ഞ് റോഡ് അപകടാവസ്ഥയിലാണ്. അവിടെ നിയന്ത്രണ വിധേയമായി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടുന്നുള്ളൂ. മൂന്നാർ ടൗണിലും മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലും മണ്ണിടിച്ചിലുണ്ടായി. മൂന്നാറിൽ നിന്ന് മറയൂരിലേക്ക് പോകുന്ന പാതയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇവിടെയൊക്കെ ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നാശനഷ്ടങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് മരം വീണും മറ്റുമുണ്ടായ അപകടങ്ങളാണ്. അത് കാഞ്ഞിരവേലിയിൽ അത്തരത്തിലൊരു വീട് തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മയിലാടുംപാറയിൽ വീട് തകർന്നിട്ടുണ്ട്. ഉടുമ്പൻചോല താലൂക്കിന്റെ വിവിധ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ പീരുമേട് താലൂക്കിലും വീടുകൾ തകർന്നിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ആൾനാശം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പ്രധാനപ്പെട്ട ഡാമുകളെല്ലാം തുറന്നിരിക്കുകയാണ്. എന്നാൽ വലിയ ഡാമുകൾ ജലനിരപ്പ് വളരെ താഴെയാണ് എന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കല്ലാറുകുട്ടി ഡാം, പാംബ്ല ഡാം, അതോടൊപ്പം തന്നെ കല്ലാർ ഡാം എന്നിവ നേരത്തെ തുറന്നിരുന്നു. കല്ലാർ ഡാം അതിനുശേഷം അടച്ചു. വീണ്ടും തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്താനാണ് സാധ്യത. അതോടൊപ്പം തന്നെ മലങ്കര ഡാം കഴിഞ്ഞ കുറച്ച് നാളുകളായി തുറന്നിരിക്കുകയാണ്. ആ ഡാം കൂടുതൽ ഷട്ടറുകൾ ഉയർത്തി വെള്ളം കൂടുതൽ പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൊടുപുഴയാറിന്റെയും മൂവാറ്റുപുഴയാറിന്റെയും തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. ഏറ്റവും ഒടുവിൽ വന്ന ഒരു സംഭവം കുമളി പൂപ്പാറ സംസ്ഥാന പാതയിൽ വലിയൊരു മരം വീണിട്ടുണ്ട്. അവിടെ ആ മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏറെ പനിപ്പെട്ടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ മരം അവിടെ നിന്ന് മുറിച്ചു നീക്കിയത്. വരും മണിക്കൂറുകളിലും മഴ ശക്തി പ്രാപിക്കാനാണ് സാധ്യത. ഇന്ന് മഞ്ഞ മുന്നറിയിപ്പാണ് ജില്ലയിൽ നൽകിയിരിക്കുന്നത്.